ഹായ് ഹലോ, ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യത്തിനുള്ളൊരു മറുപടിയാണ് ഇത്. നമ്മുടെ കയ്യിലുള്ള ഉണങ്ങിയ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ സീസൺ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു വാട്സപ്പിൽ. കസ്തൂരി മഞ്ഞളുണ്ടോ എന്ന് ചോദിച്ചു. അത് പഴയ വീഡിയോസ് കണ്ടിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ എല്ലാ സമയത്തും കസ്തൂരി മഞ്ഞൾ നമ്മുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു. ആ ഒരു സീസൺ പറിക്കുന്ന സമയത്ത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ അടുത്ത് മിക്കവാറും ഈ വർഷം ഫുൾ നമുക്ക് ഉണ്ടാകും. അത്രയും നമ്മൾ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ നിറം ക്രീം കളറാണ്. പലരും മാങ്ങായിഞ്ചി വാങ്ങിച്ചിട്ട് കസ്തൂരി മഞ്ഞളാണെന്ന് കരുതി പറ്റിക്കപ്പെടുന്നു. അതുപോലെ തന്നെ മഞ്ഞക്കൂവ് വാങ്ങിച്ച് നട്ടുപിടിപ്പിച്ച് കാടുപോലെ നട്ടുപിടിപ്പിച്ചു. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്കുകൾ പലർക്കും പറ്റിയെന്നൊക്കെ നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇനി ആർക്കും അങ്ങനെ പറ്റാതിരിക്കട്ടെ. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ നമ്മളിവിടെ ഉണക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വർഷം മുഴുവൻ കൊടുക്കാൻ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു രീതിയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊടിച്ചു വെച്ചിരുന്ന കസ്തൂരി മഞ്ഞൾ ഈ വർഷം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോ അതിൻ്റെ മണമോ ഒന്നും പോയിട്ടില്ല. അത്രയും നമുക്ക് നാളെ സൂക്ഷിച്ച് വെക്കാനും പറ്റും എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കി ടെസ്റ്റ് ചെയ്ത കാര്യം കൂടിയാണ് കേട്ടോ. ഒരു വർഷം വരെയൊക്കെ നമുക്ക് സുഖമായിട്ടിരിക്കും. അപ്പൊ കസ്തൂരി മഞ്ഞൾ ആവശ്യമുള്ളവർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. കസ്തൂരി മഞ്ഞളിന് പക്ഷെ വില ഉണ്ട്. അതും നിങ്ങൾ പ്രതീക്ഷിച്ച് വേണം മെസ്സേജ് അയക്കാനായിട്ട്. ഇപ്പൊ മാങ്ങ ഇഞ്ചിയോ നമ്മൾ മഞ്ഞക്കൂവയോ ഒക്കെ വാങ്ങുന്ന പ്രൈസ് അല്ല കസ്തൂരി മഞ്ഞളിൻ്റെത്. കസ്തൂരി മഞ്ഞൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയാം. കസ്തൂരി മഞ്ഞൾ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് ബൾക്കായിട്ട് ആയുർവേദിക് ഹോസ്പിറ്റലിൽ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഫേസ് പാക്കുകൾ ഉണ്ടാക്കാനാണ്. സ്കിൻ പ്രോബ്ലംസ്, കരിമംഗല്യം അതുപോലുള്ള പ്രശ്നങ്ങൾക്ക്, മുഖക്കുരു, പാടുകൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഇതിന്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവരവരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് തേങ്ങാപ്പാലിലോ തൈരിലോ അല്ലെങ്കിൽ പശു പാലിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ മഞ്ഞളിനേക്കാളും കസ്തൂരി മഞ്ഞളിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇത് പുരുഷന്മാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം. മുഖത്ത് മഞ്ഞ കളറോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരില്ല. കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് കസ്തൂരി മഞ്ഞൾ. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അതൊന്ന് ചെറുതായിട്ട് ഉണങ്ങി വരുമ്പോൾ കുളിപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ പ്രസവശേഷം സ്ത്രീകൾക്കുണ്ടാകുന്ന പിഗ്മെന്റേഷൻ കാര്യങ്ങൾക്കും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇതൊരു ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വേറെ സോപ്പൊന്നും ആ ഒരു സ്കിൻ പിഗ്മെന്റേഷൻ ഉള്ള ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്യുക.